എന്ന ചിത്രത്തിലെ അഞ്ജന എന്ന കഥാപാത്രമായി വെള്ളിത്തിരയിൽ വിസ്മയം കുറിച്ച താരമാണ് ശ്രീമതി നവ്യ നായരെ. എല്ലാവർക്കും നമസ്കാരം. ഒരു കയ്യിലൊരു എന്തെങ്കിലും വെച്ചിട്ടാണ് രസം. ഞാൻ എന്താണെന്നറിയോ, ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് നാളെ രാവിലെ 8 മണിക്ക് എനിക്ക് ചെന്നൈയിൽ പോകണം. അപ്പോൾ അവിടുന്ന് റിഹേഴ്സൽ കഴിഞ്ഞിട്ട് മംഗലാപുരത്തേക്ക് ഫ്ലൈറ്റ്. മംഗലാപുരത്ത് എനിക്ക് പ്രോഗ്രാമാണ്. ഞാൻ ഇതുവരെ ഇന്ന് രാവിലെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഡാൻസിനുള്ള കോസ്റ്റ്യൂം പോലും പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് എറണാകുളം വരെ എത്താൻ 4-4.5 മണിക്കൂർ എടുക്കും ഈ സമയത്ത് ഞാൻ പോകുമ്പോൾ. ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്ത് നേരത്തെ ഇറങ്ങിയതാ, പക്ഷേ കൊട്ടാരക്കൽ എത്തിയിട്ട് ബ്ലോക്ക്. ഐഷ പോറ്റി മാം എന്തോ അതിൻ്റെ പ്രശ്നം കാരണം അവിടെ ഫുള്ള് ബ്ലോക്കായിരുന്നു. അപ്പം അങ്ങനെ ഫുൾ ടൈം റോഡിൽ തന്നെ ഒരു 1-1.25 മണിക്കൂറോളം ഞാൻ റോഡിൽ നിൽക്കേണ്ടി വന്നുകൊണ്ടാണ് പരിപാടിക്ക് വരാൻ വൈകിയത്. അപ്പോൾ ഒരു പരിപാടിക്ക് ഞാൻ താമസിച്ച് പോകാറില്ല. അപ്പോൾ പരിപാടിക്ക് താമസിച്ച് വന്നതിൽ ഞാൻ എന്താ പറയുക, ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങട്ടെ. നമ്മുടെ സ്വാഗത പ്രസംഗം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞു, സാർ പെട്ടെന്ന് ഒന്ന് തീർക്കണം. പക്ഷെ എനിക്കറിയാം അദ്ദേഹത്തിന് വളരെ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ കടമകളുണ്ടാവും. അതായത് ഓരോരുത്തരെയും ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ ആ പരിപാടിക്ക് സ്പോൺസർ ചെയ്യുന്നവര്, ആ പരിപാടിക്ക് ആൾക്കാരെ എത്തിക്കുന്നവര്, ആ പരിപാടിയുടെ നടത്തിപ്പിന് സഹായകമായവർ, ഇവരെല്ലാവരെയും നന്ദി പറയുക എന്നുള്ളത്, അവരെല്ലാവരെയും മെൻഷൻ ചെയ്യുക എന്നുള്ളതൊരു അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷേ ഇനി മുതൽ അദ്ദേഹത്തിന് നന്ദി പ്രസംഗം കേൾപ്പിക്കുന്നതായിരിക്കും നല്ലത്. അതാവുമ്പോൾ ഇഷ്ടം പോലെ കൃതജ്ഞത പറയാം. സ്വാഗത പ്രസംഗത്തിന് കൃതജ്ഞതയുടെ ആവശ്യമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതല്ല അവരുടെ തമാശ പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ ഒരു രസം വേണ്ടേ എന്തെങ്കിലും. അപ്പൊ ഇവിടെ വന്നിട്ട് എന്ത് പറയണമെന്ന് ആലോചിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോഴായിരിക്കും സ്വാഗത പ്രസംഗം കിട്ടിയത്. എന്തെങ്കിലും നിങ്ങളൊന്ന് തമാശ പറയാൻ വേണമല്ലോ. അല്ലെങ്കിൽ ഞാൻ എന്താ നിങ്ങളോടൊക്കെ വന്ന് പറയാം, എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് എനിക്ക് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല. അപ്പോൾ എഗെയിൻ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വലിയൊരു സാധാരണ ഇത്ര വലിയ കുളവും ഇങ്ങനത്തെ മണ്ഡപങ്ങളുടെ ഉദ്ഘാടനമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അമ്പലങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് പോകുമ്പോൾ അമ്പലത്തിലെ നൃത്ത പരിപാടി അവതരിപ്പിക്കാനാണ് ഞാൻ അധികവും പോയിട്ടുള്ളത്. അപ്പം നമ്മുടെ നാട്ടിലെ അമ്പലം, എനിക്ക് പെട്ടെന്ന് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന അമ്പലങ്ങളുടെ ഒരു ഓർമ്മ വന്നു ഇതിൻ്റെ ലൈറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. അപ്പം തീർച്ചയായിട്ടും ഭഗവാനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ചൈതന്യത്തിനെ കുറിച്ചിട്ടോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. ഭഗവാന്റെ ചൈതന്യമാണ് ഇവിടെ വരുന്ന ഭക്തര്, ഭഗവാന്റെ ചൈതന്യമാണ് ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ആൾക്കാർ, അല്ലെ? ഭഗവാന്റെ ചൈതന്യമാണ് ഓരോ മനുഷ്യനും. അപ്പോൾ ഞാൻ എന്നും വിചാരിക്കും, എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എന്നെ കാണാൻ പ്രോഗ്രാം, എൻ്റെ നൃത്ത പരിപാടി കാണാനൊക്കെ ആൾക്കാർ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ അവർ റീൽസൊക്കെ ഇങ്ങനെ, ഇപ്പം അങ്ങനെയാണല്ലോ ഇൻസ്റ്റഗ്രാമിൽ റീൽ അങ്ങനെയൊക്കെ അല്ലേ, അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് തരാൻ വേണ്ടി ആൾക്കാർ തനിച്ചുകൂടി നിൽക്കുമ്പോഴെല്ലാം ഞാൻ മനസ്സിൽ വിചാരിക്കും, ചൈതന്യം നമ്മുടേതല്ല, ഭഗവാന്റേതാണ്, അല്ലേ? ഭഗവാൻ നമുക്ക് തരുന്ന ചൈതന്യം അതിൻ്റെ ഒരു ബാക്കിപത്രം മാത്രമാണ് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ. വിശ്വാസികളുടെ ഒരു രീതിയിൽ അങ്ങനെയാണ് അതിനെ പറയാം, അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജി എന്നുള്ള രീതിയിൽ പറയാം. ഞാനൊരു ഗുരുവായൂർ പെണ്ണുകോട്ടയാണെന്നൊക്കെ ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കുറേ അധികം അമ്പലങ്ങളിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. നല്ലൊരു പൂജയായിട്ട് ഇന്നലെ അവിട്ടത്തൂർ എന്ന് പറയുന്ന ഒരു മഹാദേവ ക്ഷേത്രത്തിൽ ഞാൻ പോയി. അതിന് 2000 കൊല്ലം പഴക്കമുണ്ട് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. 600 വർഷത്തെ പഴക്കമുണ്ടെന്ന് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൂവ് ചെയ്ത ഒരു അമ്പലമാണ്. ആ അമ്പലം, അതിന്റെ ആർക്കിടെക്ചർ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ നമ്മൾ പുല്ലരിക്കുക എന്ന് പറയും, ഗൂസ് ബംസ് വരും നമുക്ക്. അത്ര അമ്പലം ഈ അതിനെന്താ പറയാ, വട്ടത്തില് അതിനെന്താ പറയാ, ചുറ്റമ്പലല്ല, ഇങ്ങനെ സാങ്ക്ടം സാങ്ക്ടോറും ശ്രീകോവിൽ ഇങ്ങനെ വട്ടത്തിലിരിക്കണേന് എന്താ പറയാ, വട്ട ശ്രീകോവിൽ എന്നാ പറയാ. അങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയില്ല. സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു. കാരണം അദ്ദേഹത്തിന് അറിയാത്ത കാര്യമൊന്നുമില്ല, ഞാൻ ഉറപ്പിച്ചു. അതുകൊണ്ട് വട്ട ശ്രീകോവിൽ. ഓക്കെ അല്ലേ? അപ്പൊ ആ ശ്രീകോവിലും അതിന്റെ പുറത്ത് കിരാത മൂർത്തിയുടെ കഥകളാണ് ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുൻപിലൊരു എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ മണ്ഡപം. ആ മണ്ഡപത്തിനകത്ത് മഹാഭാരതം ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്, പാലാഴി മഥനം വരച്ചിട്ടുണ്ട്. അതൊക്കെ
ശരിക്കും നമുക്ക് കണ്ട ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഇത്ര 600 കൊല്ലത്തിന് പഴക്കം വന്നതുകൊണ്ട് തന്നെ പലതിനെയും ക്ലാരിറ്റി ഒക്കെ പോയി. പക്ഷെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആ നട തുറന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ദൈവികതയാണ് അല്ല. ആ ഒരു എനർജി, നമ്മൾ ആ നടയൊക്കെ തുറന്നിങ്ങനെ ഭഗവാനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി. നമ്മൾ നൃത്തം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ നൃത്തം ചെയ്യുമ്പോൾ പലപ്പോഴും ആദ്യത്തെ ഐറ്റം ഗണപതിയുടെ ഐറ്റം ആയിരിക്കും. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു ഐറ്റം ഉണ്ട്, ഗണപതി സുബ്രഹ്മണ്യനായിട്ടുള്ള ഒരു ഫൈറ്റ്. ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ എൻ്റെ പ്രോഗ്രാമൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും. ഗണപതി സുബ്രഹ്മണ്യനും 2 കുട്ടികളായിട്ടുള്ള അവരുടെ 2 പേരുടെ ഫൈറ്റൊക്കെ ചെയ്യും. അപ്പോൾ പലപ്പോഴും നമ്മൾ പെർഫോം ചെയ്തിട്ട് മുന്നിലേക്ക് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ഞാൻ ഗുരുവായൂരൊക്കെ പെർഫോം ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഈ സ്റ്റേജിൻ്റെ അവിടെ നിന്ന് വലത്ത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഗുരുവായൂരപ്പനാണ്, അവിടെ നടയാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും എനിക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല. അതായത് അത്രയ്ക്കൊരു ഒരു ഫീലാണ് ചില സമയത്ത് നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. സോ അതാണ് നമ്മൾ വിളിക്കുന്ന ചൈതന്യം, അതാണ് നമ്മൾ അറിയുന്ന ഒരു അനുഗ്രഹം, അല്ലെങ്കിൽ ഒരു പ്രസൻസ്, ഒരു പവർ, എനർജി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ചൈതന്യം നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചൈതന്യത്തിനെ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം സാധിക്കുന്നത് കലാകാരന്മാർക്കാണെന്ന് തോന്നുന്നു. കാരണം ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിനെ കുറിച്ച് പാടുന്ന, ദൈവത്തിനെ കുറിച്ച് നൃത്തം ചെയ്യുന്നവരാണല്ലോ ഞങ്ങൾ. എപ്പോഴും ഭഗവാന്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, ഭഗവാനെ കുറിച്ചാണ് പാടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജന്മം, ഈ ജന്മത്തിൽ അങ്ങനെ ഒരു നർത്തകിയായിട്ടുള്ള ഒരു ജന്മം എനിക്ക് തന്നതിനും ഭഗവാനോട് നന്ദി പറയുന്നു. നിങ്ങൾ ഭക്തജനങ്ങളായിട്ട് ഈ അമ്പലത്തിന് വിലങ്ങര തൃക്കുഴിയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഭക്തരായ നിങ്ങൾ ഓരോരുത്തർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു.